അപ്പൊ ഇത്തരത്തിൽ ഗുരുതരമായ ആമാശയ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. മെയിനായിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം കൊണ്ടുവരിക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടുതലായിട്ട് നമുക്ക് ന്യൂട്രിയൻസ് തരുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അമിതമായിട്ട് വറുത്തതും കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ റെഡ് മീറ്റ് ഒഴിവാക്കുക. മദ്യപാനം, പുകവലി പോലെയുള്ള ദുശീലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് നോ പറയുക. പിന്നെ ധാരാളം പഴങ്ങൾ, പച്ചക്കറികളൊക്കെ കഴിക്കുക. ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻ ബി ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും ഓറഞ്ച്, സിട്രസ് ഫ്രൂട്ട്സ്, നാരങ്ങ, നെല്ലിക്ക, അതുപോലെ തന്നെ ബെറീസ്, പലതരത്തിലുള്ള ബെറീസ്, ഇതെല്ലാം നമ്മളുടെ ഒരു ഇമ്മ്യൂണിറ്റി പവർ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ആന്റി ഓക്സിഡൻസിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ, ഇലക്കറികളൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഒരുപാട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക. പിന്നെ അമിതമായിട്ട് ടെൻഷൻ, ആൻസൈറ്റി, സ്ട്രെസ് ഇതൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് മെഡിറ്റേഷനോ യോഗയോ ഒക്കെ അഭ്യസിക്കുന്നതിന് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതും ഈ ഒരു സ്ട്രെസ്, ആൻസൈറ്റി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കാറുണ്ട്. പിന്നെ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഹൈറ്റും വെയിറ്റും തമ്മിലുള്ള ഒരു റേഷ്യോനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം അമിതമായിട്ട് പൊണ്ണത്തടി വെക്കാതിരിക്കാനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ആമാശയ ക്യാൻസറിനെ പ്രതിരോധിക്കാം. മാത്രമല്ല ഹോമിയോപ്പതി മരുന്നുകളിലൂടെ ഇത്തരം ആമാശയ ക്യാൻസർ പോലെയുള്ള ഗുരുതരമായ രോഗങ്ങളുള്ളവർക്ക് ഒരു പാലിയേഷൻ കൊടുക്കാനും അതുപോലെ തന്നെ അവരുടെ ആയുർദൈർഘ്യം കൂട്ടാനും ഒക്കെ സാധിക്കും.